ഹായ് കൂട്ടുകാരെ, ഇതെൻ്റെ ഇവിടുത്തെ മമ്മിയുടെ ചേട്ടത്തിയാണ്. പനങ്ങാടാ വീട് കേട്ടോ. ഇതിവിടുത്തെ പപ്പായാണ് കേട്ടോ. ഒന്ന് ചിരിച്ചേ പപ്പ, ഉണ്ടോ? ഇതിവിടുത്തെ പപ്പായും ഇവിടുത്തെ മമ്മിയുമാണ്. ഇവരാദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ വീഡിയോയ്ക്കൊക്കെ ഷൂട്ട് ചെയ്യാനൊക്കെ നിന്ന് തരുന്നത് കേട്ടോ. ഇഷ്ടപ്പെട്ടോ? സന്തോഷമാണോ? കണ്ടോ? അപ്പോൾ ഇനി പിന്നെ കാണാമേ. എന്ന് പറഞ്ഞു പോകാൻ പറ്റത്തില്ല കേട്ടോ. ഈ രണ്ട് മനുഷ്യരുടെ കാര്യം എത്ര പറഞ്ഞാലും നമുക്ക് തീരത്തില്ല കേട്ടോ. അപ്പോൾ അതെന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ 2004 ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഞങ്ങൾ 2005 ലാസ്റ്റ് 2006 മോൻ്റെ കുഞ്ഞുനാളിൽ ഞങ്ങൾ കഫക്കെട്ടൊക്കെ കൂടിയിട്ടും അലർജിയൊക്കെ ആയിട്ട് ഞങ്ങൾ അഡ്മിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അന്നൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ പനി വന്നാൽ പോലും ഞങ്ങൾ പുഷ്പഗിരിയിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. ഇവിടുന്ന് അത്യാവശ്യം നല്ല ദൂരമുണ്ട് കേട്ടോ. അന്നേരം ഈ പപ്പായും മമ്മിയൊക്കെ അത്യാവശ്യം ഒരു ചെറുപ്പക്കാരല്ലല്ലോ, അത്യാവശ്യം പ്രായമൊക്കെ ഉണ്ട്. അപ്പോഴാണെങ്കിൽ അവരാണെങ്കിലുണ്ടല്ലോ ഇവിടുന്ന് പൊതിയും കെട്ടിയായിരുന്നു അവിടെ പുഷ്പഗിരി വന്നുകൊണ്ടിരുന്നത്. അപ്പം ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ മമ്മി പപ്പാടയിൽ എന്നും ഉണ്ടാക്കി കൊടുത്ത് വിടുമായിരുന്നു കേട്ടോ. ഇത്രയും പ്രായമുള്ള ഈ മനുഷ്യർ ഞാനിപ്പം ഈ സർജറി കഴിഞ്ഞ് കിടന്നപ്പോഴും ഈ പപ്പായാണെങ്കിൽ മമ്മി ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി കൊടുത്ത് വിട്ടു കേട്ടോ. അപ്പോൾ ഇവരെപ്പറ്റി പെട്ടെന്ന് പറഞ്ഞിട്ട് നാളെ കാണാമേന്ന് പറഞ്ഞ് പോകാൻ മനസ്സനുവദിച്ചില്ല കേട്ടോ. അതുകൊണ്ടാണ് ഇത് എഡിറ്റ് ചെയ്ത് കയറ്റുന്നത് കേട്ടോ. അപ്പോൾ അത്രയ്ക്ക് ഞങ്ങളോട്, കാരണം എൻ്റെ ഹസ്ബൻഡിൻ്റെ മമ്മിയുടെ ഏറ്റവും മൂത്ത ചേട്ടത്തി ഹസ്ബൻഡുമാണ് കേട്ടോ ഇത്. അപ്പം അവരുടെ ഈ ഒരു പ്രായത്തിൽ നമ്മളോട് കാണിക്കുന്ന ഒരു കരുതലുണ്ടല്ലോ, അത് വിഷ്വലി കാണിക്കും കേട്ടോ. അല്ലാതെ മനസ്സിലൊന്ന് വെച്ചോണ്ട് മറ്റൊരു ഇതല്ല കാണിക്കുന്നത്. അപ്പോൾ ആ ഒരു സ്നേഹമാണ് കേട്ടോ ഞാൻ നിങ്ങളോട് പറയുന്നത്. പിന്നെ എന്നെ അത്രയും കെയർ ചെയ്യേണ്ട ഞാൻ ഈ മമ്മിയുടെ ഇപ്പം ഞാൻ നിങ്ങളോട് കാണിച്ചല്ലോ. അപ്പോൾ ആ മമ്മിയുടെ അനിയത്തിയുടെ മരുമോളാണ്. അപ്പോൾ എന്നോടൊന്നും അത്രയും കെയറിങ് കാണിക്കേണ്ട ഒരു കാര്യമില്ല ശരിക്കും പറഞ്ഞാൽ. പക്ഷേ വന്ന കാലം തൊട്ട് അത്രയ്ക്ക് അറ്റാച്ച്മെൻറ്റാണ് കേട്ടോ. അപ്പോൾ അവരൊന്നും നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല കേട്ടോ. അപ്പോൾ കാണാമേ, ശരിക്കും ഇത് പറയുന്നത് കേട്ടോ. ഓക്കേ.